ഒരാന പുഴ കടന്നു പോകുന്ന വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം തിരികെ വരുമ്പോഴാണ് മറ്റൊരുത്തിന് ഒട്ടും പ്രതീക്ഷിക്കാതെ മുന്നിൽ വന്ന് പെടുന്നത്. ഇവൻ്റെ ഈ ഒരു എൻട്രി ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് ആന പുഴ കടന്ന് പകുതി എത്തിയപ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, മറ്റൊരാനയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിന് ശേഷമാണ് ഇവൻ വരുന്നത്. അപ്പോൾ ഇവനിങ്ങനെ വെപ്രാളപ്പെട്ട് പോകുന്നതിൻ്റെ കാരണം വേറെ ഒന്നല്ല, ഇവൻ നേരത്തെ കടന്നുപോയ ആനയുടെ കൂടെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം എത്തണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓട്ടം. ശരിക്കും ഈ ആനകൾ പുഴ കടന്നു പോയാലും കൂടെയുള്ള ആനകൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അത് ഇവന്മാർക്കറിയാം. അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഇത്രയും നേരം ഇവിടെ നിന്നത് പോലും. പക്ഷേ ഇപ്പോൾ ഒട്ടും അവനെ കാണാണ്ടായപ്പോൾ പേടിച്ചിട്ട് വേഗത്തിൽ പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ നിന്നതിനേക്കാളും ഒരുപാട് ദൂരത്തിലാണ് ഇപ്പോൾ പുഴ കടന്നു പോകുന്നത്. പക്ഷെ ചില സമയത്ത് ഇതുപോലെ നമ്മളൊരു ആനയെ നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു ആന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന വഴിയിലൂടെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആനകളുള്ള പ്രദേശത്തേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ആനകളെ കാണുമ്പോൾ നോക്കി നിൽക്കും. ചിലപ്പോൾ ഒരു കൂട്ടം ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ആനകൾ ചിലപ്പോൾ ഇനിയും വരാനുണ്ടാവും. അപ്പോൾ എപ്പോഴും ചുറ്റുപാടൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം നിൽക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ആന പുഴ കടന്ന് അക്കരെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മോർണിംഗ് കാഴ്ച തന്നെ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.